ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 237 പോയിന്റ്, S&P 66 പോയിന്റ്, നസ്ഡാക്ക് 367. സ്ട്രോങ് ബുള്ളിഷാണ് US മാർക്കറ്റ്. നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ട് ഏകദേശം 50 പോയിന്റിന് അടുപ്പിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ഒരു ഗ്യാപ്പപ്പിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 80,112, 80,518, അവിടെ നിന്ന് വീണ്ടും നമുക്ക് ബുധനാഴ്ച ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പം ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് റിജക്ഷൻ ഏരിയയാണ്. ഒരുപാട് കഴിഞ്ഞ ഒരു 6-7 ദിവസമായിട്ട് അവിടെ നിന്നൊരു കൺസോൾഡേറ്റ് ചെയ്യുന്ന ഏരിയ കൂടെയാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയും ഈ സെൻസെക്സിൻ്റെ ഈ ഒരു ലെവലും. അപ്പോൾ ഇവിടെ നിന്നൊരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. 380 മുകളിൽ മാർക്കറ്റ് ഒരു സെല്ലേഴ്സിൻ്റെ ഏരിയയാണ്. അപ്പം അവിടെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഞാൻ അടുത്ത് വീണ്ടും ഒരു റീടെസ്റ്റിന് ഇവിടെ മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഈ ഒരു ലെവൽ 23,858, 23,751 മാർക്കറ്റ് മിക്കവാറും വീണ്ടും ഒന്നുകൂടെ താഴെ ഇറങ്ങി വരാൻ സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് നാരോ CPR ആണ് വരുന്നത്. ഏകദേശം 80,204, 80,231 വരെയാണ് CPR വരുന്നത്. ഏകദേശം ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 80,204, 80,231 ഇടയ്ക്ക് ഈ ഭാഗത്ത് എങ്ങാനും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മിക്കവാറും CPRൽ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ 80,393, 80,421 ഈ രണ്ടിലെ ഏതിലെങ്കിലും ഒരു ഏരിയയിൽ മാർക്കറ്റ് റിജക്ഷൻ വരും. ഇതിന് മുകളിലോട്ട് എൻട്രി എടുക്കുന്നത് റിസ്ക് ആയിരിക്കും. ഏകദേശം 80,400 മുകളിലോട്ടുള്ള എൻട്രികളെല്ലാം റിസ്ക് ആയിരിക്കും മാർക്കറ്റ് ഇങ്ങോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഏതെങ്കിലും ഈ CPRനും ഫസ്റ്റ് റെസിസ്റ്റൻസിനും ഇടയ്ക്ക് ഒരു റിജക്ഷനുള്ള സാധ്യത സെൻസെക്സിലുണ്ട്. താഴോട്ട് ഈ ഒരു ലെവല് 79,889, 79,923 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 ടാർഗറ്റ് ഉണ്ട്. 79,559, 79,603 ഈ ഒരു ലെവല് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് 79,259, 79,304, 79,300 ഞാൻ സെൻസെക്സിൽ താഴോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ. ഇൻട്രാഡേയിൽ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് മിക്കവാറും ഈ ഒരു ഏരിയയിലൊരു റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. 80,400 ഏരിയയിൽ മിക്കവാറും മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടി CPR ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു റെസിസ്റ്റൻസിന് ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ ലെവൽ നോക്കാം. കുറച്ച് തിരക്കായതുകൊണ്ടാണ് പെട്ടെന്ന് ലെവൽസ് മാത്രം പറഞ്ഞു വിടുന്നത്. നിഫ്റ്റിയിലും ഈ ഒരു ലെവലിനുള്ളിൽ ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ CPRന് താഴെ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ CPR ശ്രദ്ധിക്കുക. CPRൽ മിക്കവാറും CPRലൊരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. നാരോ CPR ആണ്, എന്നാലും CPRലൊരു റിജക്ഷനുള്ള സാധ്യത കാണുന്നുണ്ട്. CPRന് മുകളിലൊരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് ഈ ഒരു സിംഗിൾ ലൈൻ ഇട്ടേക്കുന്ന ലെവലിൽ ചിലപ്പോൾ 24,389, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെസിസ്റ്റൻസ് വന്നിട്ടുള്ള കഴിഞ്ഞ 2 ദിവസമായിട്ട് റെസിസ്റ്റൻസ് വന്നിട്ടുള്ള ആ ഒരു ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ വീണ്ടും സാധ്യതയുണ്ട്. അല്ല ജസ്റ്റ് ഒരു ഫേക്ക് ബ്രേക്കൗട്ടിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. 24,420, 24,444 ഇവിടെ എന്തായാലും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ട്. ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. താഴോട്ട് CPRൽ ഒരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ ലൈവ് മാർക്കറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,226, 24,207 നോക്കാം.
ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. CPR നിന്ന് ഒരു റിജക്ഷൻ കിട്ടി താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. 24,226, 24,207 താഴോട്ട് 2 സപ്പോർട്ടുണ്ട്. 24,129, 24,112. ഏറ്റവും താഴെ 24,025, 24,000. 24,000 അഥവാ ഇന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 24,000 മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. എങ്കിലും കൃത്യമായിട്ട് ലെവൽസ് നോക്കുക, കൃത്യമായിട്ടുള്ള ബ്രേക്കൗട്ടുകളിൽ മാത്രം എൻട്രി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്